പുള്ളിക്കാരനെ എന്താണ് വീഡിയോ കാണിക്കാൻ കാര്യം എന്ന് വെച്ചാലേ നമ്മുടെ മലയാളികളാണെന്ന് മനസ്സിലായപ്പോൾ മലയാള സിനിമ കണ്ടിട്ടുണ്ടെന്ന്. വിച്ച് മലയാളം മൂവി? ദൃശ്യം. ദൃശ്യം. ഐ ലൈക്ക് മോഹൻലാൽ സർ. ഓ ദൈവമേ, എവിടെ നേപ്പാള് എവറസ്റ്റിലും ആള് ദുൽഖർ സൽമാൻ. ടോവിനോ തോമസ്. ഫ്ലൈറ്റിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങാണ്. ഇങ്ങനെ കുനിഞ്ഞു വേണം പോകാനായിട്ട്, നിൽക്കാൻ പറ്റില്ല ഇവിടെ. ഒരു പാവ എയർ ഹോസ്റ്റസ്. ഹലോ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ എവറസ്റ്റ് കാണാൻ പോകുന്നതിൻ്റെ ആദ്യ പടിയായിട്ടുള്ള കാഠ്മണ്ഡു നിന്ന് ലൂക്കലയിലോട്ടുള്ള ഫ്ലൈറ്റിലോട്ട് പോവാണ്. സമയം രാവിലെ 4 മണി കഴിഞ്ഞിട്ടാ. പക്ഷേ പുറത്ത് വെട്ടാക്കുമെന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നേരത്തെ സൂര്യൻ ഉദിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രിപ്പ്, എവറസ്റ്റ് ബേസ് ക്യാമ്പിൻ്റെ ട്രക്കിൻ്റെ ഈ ഒരു ട്രിപ്പ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷ് കഫേയാണ്. നമ്മുടെ സ്വന്തം ഇംഗ്ലീഷ് കഫേ. ലോകത്ത് എവിടെ ഇരുന്നും നിങ്ങൾക്ക് ഇംഗ്ലീഷ് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. വാട്സാപ്പ് വഴിയാണ് അവർ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ലോകത്ത് എവിടെ ആയിരുന്നാലും പ്രശ്നമില്ല, വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇംഗ്ലീഷ് പഠിക്കാവുന്ന ഒരു സംവിധാനമാണ്. നമ്മളിപ്പോൾ ടാക്സി വിളിച്ച് എയർപോർട്ടിലോട്ട് പോവാണ്, കാഠ്മണ്ഡു എയർപോർട്ടിലോട്ട് പോവാണ്. വെളുപ്പിനായിരുന്നു, ശരിക്കും ഉറങ്ങിയിട്ടില്ല, ഉറക്കമൊന്നും ശരിയായിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്നലെ കിടന്ന റൂം ചെക്കൗട്ട് ചെയ്യാണ്. നമ്മളുടെ സാധനങ്ങളൊക്കെ എടുത്ത് എല്ലാം ഈ ബാഗിലൊക്കെ ആക്കി പാക്ക് ചെയ്ത്. ഡിഫിൾ ബാഗ് നമ്മൾ എന്തായാലും എയർപോർട്ടിൽ 10 കിലോ ആണ്. നമുക്ക് നോക്കാം, വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ അത്യാവശ്യം വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ജാക്കറ്റൊക്കെ ഇപ്പോൾ വലിച്ചു കയറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും താഴത്ത് ടാക്സി വന്നിട്ടുണ്ട്. ബാബുക്കും എല്ലാവരും റെഡി ആയിട്ടുണ്ട്. നമുക്ക് താഴത്തേക്ക് പോകാം. ബാബുക്ക, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഫ്രം കാഠ്മണ്ഡു. അതെ തന്നെ. തണുപ്പ് എങ്ങനെ ഉണ്ട്? ഇവിടെ അത്ര തണുപ്പ് തോന്നണില്ല. ഈ സാധനമൊക്കെ ഇട്ടിട്ട് പിന്നെ എങ്ങനെ നടക്കണം? അപ്പോൾ നമുക്ക് പോകാനുള്ള ടാക്സി വന്നിട്ടുണ്ട്. നൈസായിട്ട് ഇതിക്കറി എയർപോർട്ടിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ ത്രിഭുവൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് നേപ്പാളിലുള്ള അവിടെ വന്നേക്കാണ്. ഇവിടെ വരുമ്പോൾ തന്നെ പാർക്കിങ്ങിൻ്റെ അവിടെ ട്രോളി കിട്ടും. അത് കാരണം നൈസായിട്ട് ബാഗ് അവിടെ വെയിറ്റ് മൊത്തം എടുത്ത് ഇതിനകത്തേക്ക് കയറ്റി വെക്കാം. കണ്ടോ, ഞാൻ അങ്ങോട്ട് കണ്ടോ പോകണ്ട. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ട്രിപ്പിൽ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്ക് പവർ ബാങ്ക് എന്നത് മെൽവിൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു കൂട്ടുകാരനാണ്. പിന്നെ ശ്യാം, പിന്നെ നമ്മുടെ വിഷ്ണു ഇതിൻ്റെ കുറച്ച് സ്ക്രിപ്റ്റൊക്കെ എഴുതി തന്നിട്ടുണ്ട്. എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി തന്നത് വിഷ്ണുവാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ ഇംഗ്ലീഷ് കഫേ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ കയറാൻ പോവാണ്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഒരു മച്ചൊക്കെ നോക്കി. അപ്പോൾ ഇതാണ്ട് ഈ കാണുന്ന ഇത് എയർപോർട്ട് തന്നെയാണോ? അങ്കമാലി KSRTC ബസ് സ്റ്റാൻഡോ? ഇത് ഡൊമസ്റ്റിക് ടെർമിനലാണ് ഈ കാണുന്നത്. ഇത് ഇൻ്റർനാഷണൽ എയർപോർട്ട് വേറെ ഉണ്ട് കേട്ടോ. ഇത് ഡൊമസ്റ്റിക്കാണ്. ചെറിയ പ്ലെയിനിലാണ് നമ്മൾ പോണേ, ചെറിയ കുഞ്ഞ് പ്ലെയിനാണ്. അപ്പോൾ ഇപ്പോൾ സമയം 5 മണിയാട്ടോ, വെളുപ്പിന് 5 മണി. ഇവിടെ 5:30 ഈ ഗേറ്റ് ഓപ്പൺ ആക്കുള്ളൂ. അപ്പോൾ അതുവരെ നമുക്കിവിടെ റെസ്റ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഡിഗ്രി കാണിക്കുന്നത്, വെതർ കാണിക്കുന്നത് 17 ഡിഗ്രിയാണ് കേട്ടോ. പക്ഷേ ഈ ഒരു വലിയ ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ട്, ഈ ഒരു ജാക്കറ്റ് ഉണ്ടല്ലോ -20 ഡിഗ്രിയിൽ വരെ ഇടാൻ പറ്റുന്ന ജാക്കറ്റാണ്. അപ്പോൾ അതാണ് മേത്തേറ്റിട്ടാണ്. ഇത് ബാഗിൽ വെച്ച് തന്നെ വെയിറ്റ് കൂടുതല, അതാണ് മേത്തിട്ടാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 17 ഡിഗ്രി കാണിക്കണം. പക്ഷേ തണുപ്പൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് ഫീൽ ചെയ്യാനില്ല. പിന്നെ ഇന്നലെ നമ്മൾ റീചാർജ് കൂപ്പൺ മേടിച്ചില്ല, 500 രൂപയുടെ 20 GB കിട്ടും. 20 GB എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ, 500 രൂപയുടെ റീചാർജ് കൂപ്പൺ. നമ്മൾ പണ്ടത്തെ നമ്മൾ ഇപ്പോൾ ആദ്യം ചെയ്യുന്ന കുറവല്ലേ. അപ്പോൾ ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്ക്രാച്ച് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്ത് അടിക്കണ പോലെ സ്റ്റാർ വെച്ചിട്ട് പരിപാടിയില്ല, അത് ചെയ്തിട്ട് വരുന്നില്ല, ഫെയിൽഡ് കാണിക്കണം. അപ്പോൾ കോൾ ചെയ്താൽ മതി. 9005 കോൾ ചെയ്യാം. എന്നിട്ട് കോൾ ചെയ്തുകൊണ്ട് റീചാർജ് ചെയ്യണ പരിപാടിയില്ല, അങ്ങനെ ചെയ്യണം കേട്ടോ. 9005 അതാണ് നമ്പർ. അതായത് കോൾ ചെയ്തിട്ട് ഈ നമ്പർ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ 500 രൂപ ബാലൻസ് കയറും. എന്നിട്ട് ബാലൻസിൽ നിന്ന് വേണം നമ്മൾ ഡാറ്റ പാക്ക് ചെയ്യാനായിട്ട്. അതിന് 123 ഹാഷ് അടിച്ച് കഴിഞ്ഞാൽ പാക്ക് കിട്ടും, ഡാറ്റ പാക്ക് കിട്ടും. അതിനകത്ത് നമ്പർ 6 ആണ് ഞാൻ എടുത്തത്. 30 ദിവസത്തേക്ക് 10 GB പ്ലസ് 10 GB ബോണസ്, അങ്ങനെ 20 GB കിട്ടും 30 ദിവസത്തേക്ക്. നമുക്ക് ലാവിഷാണ്. കോൾ വിളിക്കാൻ പറ്റില്ല കേട്ടോ. കോളിനുള്ളതാണെങ്കിൽ വേറെ ചെയ്യണം. കോളിൻ്റെ ആവശ്യമില്ല, നമുക്ക് എന്തെങ്കിലും വാട്സാപ്പ് കോൾ ചെയ്താൽ പോരെ. അപ്പോൾ ഡാറ്റ ചെയ്യണം അങ്ങനെയാണ്. ഡയറക്റ്റ് 500 രൂപയുടെ ഇത് ഡാറ്റ ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ബാലൻസ് കയറ്റിയിട്ട് അതിൽ നിന്ന് കുറയ്ക്കുകയാണ് ചെയ്യണം. അതിൽ നിന്ന് ഡാറ്റ അവൈലബിൾ ആക്കി എടുക്കുകയാണ് ചെയ്യണം കേട്ടോ. ഇത് കണ്ടാൽ മോനെ ഒരു ലോഡ് സംഭവങ്ങൾ. ഇത് കണ്ടോ, ഇത് ഇവർ എവറസ്റ്റ് എക്സ്പെഡിഷന് പോകാണ്ട്. അതെനിക്ക് ഈ നിൽക്കുന്ന 2 മച്ചന്മാരാന്ന് തോന്നുന്നു. ഇവർ മാത്രമല്ല, എനിക്ക് തോന്നുന്നു വേറെ ടീമുകൾ കാണുമായിരിക്കും. ഇത് കണ്ടോ, ഒരു ലോഡ് ലഗേജ്. ഇവർ മേളിൽ കയറാൻ പോകട്ടോ.
നമ്മളെപ്പോലെ ബേസ് ക്യാമ്പ് വരെ അല്ല, മേളിൽ എവറസ്റ്റിന്റെ മുകളിലോട്ട് പോകുന്ന എക്സ്പെഡിഷൻ ടീമാണ്. ലോഡ് നോക്കി എൻ്റെ പൊന്നോ, നമ്മുടെ ആകെ 2 ബാഗ് ഇതുണ്ട്. ഇത് വേറെ ലെവൽ. ഇനി മഞ്ഞ് തീർന്നില്ല എൻ്റെ പൊന്നോ. ഈ ചെറിയ ഫ്ലൈറ്റിൽ ഈ സാധനമൊക്കെ എങ്ങനെ കയറ്റിക്കൊണ്ടാവും? ഈ കാണുന്ന ചേച്ചിയുണ്ടോ? ഈ കാണുന്ന ചേച്ചിയാണ് സബ്മിറ്റ് ചെയ്യാൻ പോണേ കേട്ടോ. ഈ പുള്ളിക്കാരന് ഹസ്ബൻഡാണ്. ഇവരൊരു ടീമുണ്ടെന്ന് തോന്നുന്നു. അവരുടെ മൊത്തമാണ് ഈ ലഗേജ് കേട്ടോ. ആ ചേച്ചിയൊക്കെ ടൈം ചെയ്യാൻ പോണേ എവറസ്റ്റ്. എൻ്റെ ഇവരുടെ ബാഗ് കണ്ടാ? ഇത് ബാഗ് എന്തോരമാണല്ലേ. ഇവരൊരു ടീമാണ് കേട്ടോ. എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവരെല്ലാവരും കൂടെ ബാഗൊക്കെയാണ് ഈ കാണുന്നത്. എവറസ്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പോണം. ശരിക്കും യഥാർത്ഥ ഹീറോസ് ആരാന്നറിയാമോ? ഇവരുടെ കൂടെ പോണ ഗൈഡ് ഷെർപ്പന്മാർ. അവരാണ് ഈ കാണുന്ന ലഗേജ് ചുവന്ന് അതിന് മുകളിൽ ഇവരെ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യണ ആളുകൾ, ഷെർപ്പാസ്. അവരാണ് യഥാർത്ഥ ഹീറോസ്. 21 തവണ എവറസ്റ്റ് കയറി റെക്കോർഡ് ഇട്ട ഒരാളുണ്ട്, ഷെർപ്പയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രിപ്പിൽ 18 തവണ കയറിയ ഒരാളെ പരിചയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അത് നമ്മുടെ ബാബുക്ക വഴിയാണ് ഒന്ന് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് ചോദിക്കുകയൊക്കെ ചെയ്യാല്ലേ. 18 തവണ എവറസ്റ്റ് കയറിയത് എൻ്റെ പോലെ. നേപ്പാൾ ശരിക്കും ചെറിയൊരു കൺട്രി ആണെങ്കിലും ഒരുപാട് എയർലൈൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടോ, ഏത്തി എയർലൈൻസ്, ഗുണ എയർലൈൻസ്, ശ്രീ എയർലൈൻസ്, അവിടെ ആ ഭാഗത്ത് സബ്മിറ്റ് എയർ. നമ്മുടെ മറ്റേ എവറസ്റ്റ് കയറാൻ പോണ ആൾക്കാരൊക്കെ സബ്മിറ്റ് എയർ എന്ന് പറഞ്ഞിട്ട് ഫ്ലൈറ്റിലാണ് പോണത്. അവരുടെയൊക്കെ ലഗേജ് ആണെങ്കിൽ ഹെവി ലഗേജാണ്. കാരണം അത്രയും ക്ലൈംബ് ചെയ്ത് പോകുമ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ വേണ്ടി വരുമല്ലോ. അപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷെ നമ്മൾക്കെന്ന് പറഞ്ഞാൽ ഒരു 2 ബാഗിന് കൊള്ളാമെന്നുള്ള സംഭവങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം അത്ര എക്യുപ്മെൻറ്റ് മതി. ഇപ്പം എൻ്റെ ബാഗ് കണ്ട, അത് ഞാൻ മറ്റേ ടിബറ്റൻ ഫ്ലാഗ് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ സ്റ്റിക്ക് വെച്ചിട്ടുണ്ട് വേണ്ട സെറ്റപ്പായി. ഇത് ട്രക്കിംഗ് ബാഗ് കണ്ടോ? ഞാൻ ഇത് 20 ലിറ്ററിൻ്റെ ബാഗാണ്. ഇതാണ് നമ്മൾ തോളത്തിടുന്നത്. മറ്റേത് നമ്മൾ ഷെയർ പാസ് എടുത്തോളും, അത് 10 കിലോൻ്റെ. പിന്നെ ബുദ്ധ എയറും സൗര്യ എയർ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ എയർലൈൻസ് ഉണ്ട് കേട്ടോ. ചെറിയൊരു കൺട്രി ആണെങ്കിൽ എത്ര എയർലൈൻസുകാരാണല്ലേ. നമ്മൾ വാട്ടറൊന്നും എടുത്തിട്ടില്ല. വെള്ളത്തിൻ്റെ വെയിറ്റും കൂടി വന്നു കഴിഞ്ഞാൽ ലഗേജിൻ്റെ ഇത് കൂട്ടണോണ്ട് വെള്ളമൊന്നും എടുത്തില്ല. വെള്ളം നമുക്ക് ഇപ്പോൾ ഫ്ലൈറ്റ് കയറിയിട്ട് ലൂക്കിൽ ഇറങ്ങുമ്പോൾ അവിടെ നിന്ന് എടുക്കാം. അപ്പോൾ അതാണ് പ്ലാൻ. പിന്നെ 2 ലിറ്ററിൻ്റെ മറ്റേ വാട്ടർ ബാഗൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് നിറയ്ക്കണം. വാട്ടർ പ്യൂരിഫിക്കേഷൻ ടാബ്ലറ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. അതൊക്കെ പിന്നെ അവിടെ ചെന്നിട്ട് നൈസായിട്ട് ഓൺ ദി വേ ചെയ്യാം കേട്ടോ. പിന്നില്ലേ ഈ എയർപോർട്ടിലെല്ലാം കിടിലം വൈഫൈ ഉണ്ട്, നല്ല ഹൈ സ്പീഡ്. സംഭവം കൊള്ളാം. 3-4 പടം ഡൗൺലോഡ് ചെയ്താലോ. ഇനി അങ്ങോട്ട് നെറ്റ് ഉണ്ടാവും കേട്ടോ. നമ്മൾ പെൻസിൽ സിം എടുത്തിട്ടുണ്ടല്ലോ, 20 GB 500 രൂപയ്ക്ക് റീചാർജ് ചെയ്തിട്ടുണ്ട്. നെറ്റ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ബേസ് ക്യാമ്പിൻ്റെ ആ ഒരു ഭാഗം വരെ എന്തായാലും നെറ്റ് കിട്ടും. സ്പീഡിൻ്റെ അവസ്ഥ അറിയില്ല, നെറ്റ് കിട്ടും, റേഞ്ച് കിട്ടും എന്നാണ് അറിഞ്ഞത്. നമുക്ക് നോക്കാം. എന്തായാലും വാട്സാപ്പൊക്കെ യൂസ് ചെയ്യാം. വാട്സാപ്പ് യൂസ് ചെയ്തിട്ടാണ് കോൾ ചെയ്യണം, അല്ലാണ്ട് ഡയറക്റ്റ് കോൾ വിളിക്കാൻ പറ്റില്ല. അതിൻ്റെ ഓഫർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ത്യയിലേക്ക് കോൾ വിളിച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റിന് 5 രൂപ വെച്ച് പോകുന്നുണ്ട്. ഇങ്ങോട്ട് തന്നെ ഇപ്പോൾ നേപ്പാളിലുള്ള നമ്പറാണുള്ളത്, നേപ്പാൾ സിമ്മാണല്ലോ. നേപ്പാളിലുള്ള നമ്പറിലോട്ട് വിളിക്കുമ്പോൾ തന്നെ 1 മിനിറ്റിന് 3 രൂപയുടെ അടുത്തൊക്കെ പോകുന്നുണ്ട്. നല്ല എമൗണ്ട് ഇതാകും. അപ്പോൾ വാട്സാപ്പ് വഴി കോൾ ചെയ്യണതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് 7 മണിക്കാണ്. അപ്പോൾ എല്ലാവരും നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യണതാണ് ബാഗ് വെച്ചിട്ട്. പിന്നെ സബ്മിറ്റ് പുഷിനുള്ളവരാണ് ബാക്കി ഉള്ള ആളുകളൊക്കെ. അവർ കുറേ പേരില്ല അവിടെയുണ്ട്. അവർ സബ്മിറ്റ് ചെയ്യാനുള്ളവരാണ് മേളിലോട്ട്. അപ്പോൾ അത് ഹെവിയാണ് കേട്ടോ. എന്നാലും നമ്മുടെ ട്രക്കും ഹെവി തന്നെയാണ്. അതിനേക്കാളും ഇരട്ടി ഹെവിയാണ് എവറസ്റ്റ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത്. ഏകദേശം ഒരു 30-35 ലക്ഷം രൂപയുടെ ചിലവുള്ള പരിപാടിയാണ്. നിസ്സാര കാര്യമൊന്നുമല്ല. 35 ലക്ഷം രൂപയോളം ചിലവ് വരും. പിന്നെ അതിൻ്റെ എക്യുപ്മെൻറ്റ്സ്, ട്രെയിനിങ്, ഒരു 2 വർഷമെങ്കിലും നമ്മൾ അതിന് വേണ്ടി ട്രെയിനിങ് ചെയ്ത്, 2-3 വർഷം ചെയ്യേണ്ടി വരും ട്രെയിനിങ്. കാരണം നമ്മുടെ ബോഡിയും മെൻ്റലി ഒക്കെ ഫിറ്റാക്കി എടുക്കണം, നല്ല പണിയാണ്. അപ്പോൾ അതൊക്കെ സമ്മതിക്കണം, ചെയ്യണവർ സമ്മതിക്കണം, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ തന്നെ ഈ ഒരു ബേസ് ക്യാമ്പിന് വേണ്ടി ഒരുപാട് പ്രിപ്പറേഷൻ ചെയ്ത്. എന്തായാലും അടിപൊളി. ഫ്ലൈറ്റ് 7 മണിക്കാണ്, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫ്ലൈറ്റ് പൊളിയാണ്ട. വേറെ കാര്യമുണ്ട്, ലോകത്തിലെ ഏറ്റവും അപകടകരമായിട്ടുള്ള എയർപോർട്ടാണ് ലൂക്കല എയർപോർട്ട്. ഒരുപാട് ക്രാഷ് ലാൻഡിങ് ഒക്കെ സംഭവിച്ച് ഒരുപാട് മരിച്ചിട്ടൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഫുൾ അഡ്വഞ്ചറാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് വേറൊരു കിട്ടിലെ സംഭവം കണ്ടത്. എൻ്റെ പുറകിൽ നിൽക്കുന്ന കുറച്ച് പേരുണ്ട. അവർ ടോട്ടൽ 32 പേരുണ്ട്. നമ്മുടെ ഇന്ത്യക്കാരാണ്. അവർ എവറസ്റ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ വീഡിയോ എടുത്തോട്ടെ ചോദിച്ചപ്പോൾ പെർമിഷൻ ഇല്ലാണ്ട് എടുക്കണ്ടെന്ന് പറഞ്ഞ്, അതുകൊണ്ട് മാത്രമാണ് അവരോട് ചോദിക്കാത്ത. അതായത് പാരാമിലിറ്ററീസാണ് അവർ. CRPF, ഇന്ത്യൻ ടിബറ്റൻ ബോർഡർ പോലീസ്, പിന്നെ വേറെ 2 ഇതും കൂടെയുണ്ട്. അതെ, അവരെല്ലാവരും പട്ടാളക്കാർ, നമ്മുടെ പട്ടാളക്കാർ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ലേഡീസ് അടക്കോട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ എടുത്തിട്ടെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞ് പെർമിഷൻ ഇല്ലാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം അവർ മിലിറ്ററീസ് അല്ലേ, അതുകൊണ്ടാണ്.
അത് കേട്ടപ്പോൾ അടിപൊളിയല്ലേ? രോമന്തി. ചേട്ടാ ഇതൊക്കെ ന്യൂസ് തന്നെയില്ലല്ലോ, എന്ത് കഷ്ടമല്ലേ. നമുക്കാണെങ്കിൽ പറയാനേ പറ്റുള്ളൂ, ഇത് കാണിക്കാനും പറ്റില്ല. പുറകിലിരിക്കണ കുറച്ച് പേരെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നെ അതേ ഇവര് ഇരിക്കണ രണ്ടുപേര് ഈ പച്ച ബാഗ്, എവിടെയൊക്കെ ഈ പച്ച ബാഗ് ഉണ്ടോ അവരൊക്കെ നമ്മുടെ ആൾക്കാരാണ്. കഴുത്തിലൊരു ഓറഞ്ച് കളർ ഷോൾ ഇട്ടിട്ടുണ്ടാവും. ആ ഓറഞ്ച് ഷോൾ ഇവർ ഓരോരുത്തർ ഇട്ടിട്ടുണ്ട്. പലരും ഇപ്പം എനിക്ക് പുറകിൽ കാണാം. ഇപ്പോൾ ഇവരുടെ കഴുത്തിൽ കണ്ട പുറകിലിരിക്കണ ആൾക്കാർ. അതെന്താ സംഭവം എന്ന് അറിയാമോ? ഇത് നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ പോണതിന് മുമ്പ് ഈ ഷെയർപാസ് ഉണ്ടല്ലോ, കൂടെ പോണ ഗൈഡായിട്ട് പോണ ഷെയർപാസ്, അപ്പോൾ അവർ പൂജ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സംഭവം, ഓറഞ്ച് സംഭവം അവർ കഴുത്തിലിട്ടേക്കണം. അപ്പോൾ ബേസ് ക്യാമ്പിൽ വെച്ച് ചിലപ്പോൾ ഒന്നും കൂടി മീറ്റ് ചെയ്യും. നമ്മൾ പോകുന്ന സെയിം റൂട്ട് തന്നെയാണല്ലോ ബേസ് ക്യാമ്പ് വരെ നമ്മൾ, പക്ഷേ ഇവർ അതിന് മുകളിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഉണ്ട് ഇവർ ലേഡീസ് അടക്കം ഉണ്ട് കേട്ടോ. എന്നാലും അടിപൊളി. നമ്മൾ പോകുന്നത് താരായിരുന്നു പറഞ്ഞിട്ടുള്ള ഫ്ലൈറ്റിലാണ് ലൂക്ല കണ്ടാ. അവിടെ വെയിറ്റ് നോക്കാനുള്ളൊരു മെഷീൻ ഉണ്ട്. അത് നോക്കിയപ്പോൾ നമ്മുടെ ബാഗിൻ്റെ വെയിറ്റ് 11,700. പിന്നെ ഈ തോളത്ത് കിടക്കണം കൂടി വരും. എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. 12 വരെയൊക്കെ അവർ പറ്റും എന്ന് തോന്നണം. ദൈവത്തിന് അറിയാം, കാശ് കൂടുതൽ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മുടെ ആ വലിയ ബാഗ് അവർ കൊണ്ടുപോട്ടെ, അത് ഫ്ലൈറ്റിലോട്ട് അവർ എത്തിച്ചോളും. പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫ്ലൈറ്റ് പോകണമെന്ന് നോക്കി ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ഇടിച്ച് കയറി അവിടെ ചെന്ന് ഭയങ്കര തിരക്കാണല്ലോ. അപ്പോൾ ഈ കണ്ട തിരക്കാണ് ഇത്. നമ്മൾ ഇടിച്ച് കയറി അവിടെ ചെന്നിട്ട് നമ്മൾ കൊടുപ്പിക്കണം, അല്ലെങ്കിൽ ഫ്ലൈറ്റ് മിസ്സായി പോകും, പണി പാളും. അപ്പോൾ ഞങ്ങൾക്കിനി 10 മിനിറ്റും കൂടി ഉള്ളൂ. നമ്മളിതേ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പാസഞ്ചർ ഡിപ്പാർച്ചർ ഗേറ്റ്. അപ്പോൾ ഇതാണ് ടിക്കറ്റ്. കാഠ്മണ്ഡു ലൂക്ല ഫ്ലൈറ്റ് കണ്ട, ടാര എയറിൻ്റെ ഫ്ലൈറ്റാണ്. നമ്മളിതേ ബോർഡിംഗ് ഗേറ്റ് ഇതാണ്. അപ്പോൾ നമ്മുടെ എവറസ്റ്റ് സബ്മിറ്റ് ചെയ്യാനുള്ളത് നമ്മുടെ പാരാമിലിറ്ററി ഫോഴ്സ് അവരെല്ലാവരും അവിടെ പോകണം. BSFകാരൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത്. നമ്മളെ ഫ്ലൈറ്റ് വിളിച്ച് തൊട്ടപ്പുറത്തിരിക്കാണോ നോക്കി നമ്മുടെ കേശുമാമ, നമ്മുടെ യോധ സിനിമയിലെ കേശുമാമ. തൊപ്പിയൊക്കെ ഉണ്ട, നേപ്പാളിസിന്റെ തൊപ്പിയോ. എയർലൈൻസ്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി. നമ്മൾ ഫ്ലൈറ്റ് കയറാനായിട്ട് ഈ ബസ്സിൽ അങ്ങോട്ട് പോകാണ്ട. ഇവിടെ വലിയൊരു ഫ്ലൈറ്റ് എടുക്കണൊക്കെ നേപ്പാൾ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റാണ്. അതിൻ്റെ പുറകെ കൂടിയാണല്ലോ പോകണം. ഇത് നോക്കി. ഓ നമ്മൾ പോകുന്ന ഫ്ലൈറ്റ് ഇതേ കിടക്കണ്. ഓ ചെറിയ ഫ്ലൈറ്റ് ആണ്ട, 14 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഫ്ലൈറ്റാ. മോനെ ഇതുണ്ട പൊളിച്ച്. ലൂക്ലയിൽ നിന്ന് വന്ന കുറച്ച് ആൾക്കാർ ഇവിടെ ഇറങ്ങിയിട്ടെ. ഇവർ ഇറങ്ങിയിട്ട് വേണം നമ്മൾ കയറാനായിട്ട്. ഫ്ലൈറ്റിൽ അവിടെ ഇതടിക്കണ്ടല്ലോ, മറ്റേ ഫ്യൂവൽ അടിക്കണ്ടല്ലോ, നേപ്പാൾ ഓയിൽ കോർപ്പറേഷൻ. ഹലോ, എൻ്റെ ദൈവമേ, നമ്മുടെ ലഗേജ് ഇതേ ഫ്ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ കയറ്റണം. നോക്കി, ഫ്രണ്ടിലാണ് ലഗേജ് കയറുന്നത്. അടിപൊളി സീ. ഓ ഹലോ, ഇതെവിടെ ഇരിക്കണ സ്ഥലമില്ലല്ലോ. അപ്പൊ നമ്മള് ഫ്ലൈറ്റ് കയറിട്ടുണ്ടോ, ചെറിയൊരു ഫ്ലൈറ്റ് കണ്ടാ. എൻ്റെ രക്ഷയില്ല. നമ്മൾ തൊട്ട് മുമ്പിൽ തന്നെ ക്യാപ്റ്റൻ ഇരിപ്പുണ്ട് കണ്ടോ, ഫ്ലൈറ്റ് ഓടിക്കുന്ന ആൾ ഇരിപ്പുണ്ട്. നമുക്ക് നോക്കാം, പുള്ളിയായിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇത് എവറസ്റ്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. വേറെ ആളുകളൊക്കെ ഉണ്ട്. ഇവരൊക്കെ എവറസ്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പോണവരാണ്. നമ്മൾ ബേസ് ക്യാമ്പ് വരുള്ളൂ. എന്നാലും മോനെ ഫ്ലൈറ്റ് എടുത്ത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാഠ്മണ്ഡു ഈ എയർപോർട്ടിലാണല്ലോ. ഇതെന്ന് പറയണത് 4600 അടി മുകളിലാണ്. നമ്മളിപ്പോൾ പോകാൻ പോണത് 9300 അടി മുകളിലോട്ടാണ്. അത്രയും ഹൈറ്റിലോട്ട് പോവാണ്. ലൂക്ല ഉള്ളത് 9300 അടി പൊക്കത്തിലാണ്. അവിടെ നിന്ന് പിന്നെ ട്രക്ക് ചെയ്ത് വേണം നമ്മൾ പിന്നെ അടുത്ത സ്ഥലത്തോട്ട് പോകാനായിട്ട്. അപ്പോൾ ഒറ്റയടിക്ക് 4600 നിന്ന് 9300 പോകാൻ പോകണം. പറക്കാൻ പോകണം.
അടിക്കാൻ പ്ലെയിൻ പോകണം. അങ്ങനെ നമ്മളെ ലൂക്ല എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ അമ്മാര് അഡ്വഞ്ചർ. ഒരു 5 മിനിറ്റ് കൂടെ നിന്നാൽ ഒരു ഫ്ലൈറ്റ് ഇറങ്ങണം. പുറകെ തൊട്ട് പുറകെ സീറ്റ് ബെൽറ്റൊക്കെ അയച്ച് നമ്മള് ഫ്ലൈറ്റിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങാണ്. ഇങ്ങനെ കുനിഞ്ഞ് വേണം പോകാനായിട്ട്, നിൽക്കാൻ പറ്റില്ല ഇവിടെ. ഒരു പാവ എയർ ഹോസ്റ്റസ്. ഹലോ ഹലോ. അയ്യോ ഇവിടെ ഇന്ന് ഇറങ്ങില്ല. ഞാൻ ഇരുന്ന് ഇറങ്ങിയത്. എൻ്റെ അമ്മ. നമ്മൾ വന്ന ഫ്ലൈറ്റ് അടുത്ത യാത്രക്കാരായിട്ട് തിരിച്ച് ഇനി കാഠ്മണ്ഡുവിലോട്ട് പോകും. മഞ്ഞുമലയെ കണ്ട എൻ്റെ പൊന്നളിയ. ഇപ്പൊ നമ്മൾ എത്തിയേക്കണ 9300 അടിയിലാണ് കേട്ടോ. ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ പണി പാളാൻ സാധ്യതയുണ്ട്. നമ്മുടെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടാവില്ല. ടിക്കറ്റിനകത്ത് നമ്മുടെ ലഗേജിൻ്റെ നമ്പറൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് എടുത്തിട്ട് വരാം. അല്ല, നമ്മുടെ ബാഗ്. അപ്പോൾ നമ്മുടെ ബാഗ് നമ്മൾ എടുത്തു. ഇനി അങ്ങ് നടക്കാണ്. അപ്പോൾ ഇത് കണ്ടേ എഴുതിയേക്കണം നോക്കി, വെൽക്കം ടു സാഗർമാത നാഷണൽ പാർക്ക്. എവറസ്റ്റിനെ നേപ്പാളി ഭാഷയിൽ സാഗർമാത എന്നാണ് പറയുന്നത്. മേളിൽ വീണ്, മേളിൽ മൊത്തം മഞ്ഞുമലയാണ് കാണുന്നത്. അടിപൊളി. നല്ല തണുപ്പുണ്ട് കേട്ടോ. വായു പുകയൊക്കെ പോകുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ നല്ല തണുപ്പുണ്ട്. ഹലോ. നമ്മുടെ ബാഗ് എടുക്കണ ഇവരാണ് കേട്ടോ. നമ്മുടെ ബാഗ് മറ്റേ ഇങ്ങനത്തെ ബാഗില്ലേ, അത് അവരെടുത്തോളും. നമ്മൾ ആ ചെറിയ ഇത് മാത്രം എടുത്താൽ മതി. എല്ലാ ദിവസവും ഇവർ ഈ ബാഗ് ചുവന്ന് അടുത്ത സ്ഥലത്തേക്ക് എത്തിച്ചേരും. അപ്പോൾ നമുക്ക് ട്രക്ക് ചെയ്യുമ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ എന്താണോ അത് മാത്രം ഈ ചെറിയ ബാഗിൽ എടുത്താൽ മതി. ശരിക്കും ഈ ഫ്ലൈറ്റിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവല്. ചില ഭാഗത്തെത്തുമ്പോണ്ടല്ലോ ഇങ്ങനെ ചാടിയൊക്കെ പോകണത്. ഏത് കട്ടർ ചാടി പോകണമല്ലോ, നമ്മൾ എറണാകുളത്ത് കൂടി ഓടിക്കണ പോലെയാണ്. പക്ഷെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്, ഒരു രക്ഷയില്ല. ശരിക്കും നമ്മൾ ഏകദേശം എത്ര സമയം എടുത്തു? അരമണിക്കൂറോ? അല്ലെ, ഏകദേശം അരമണിക്കൂർ കൊണ്ട് നമ്മൾ കാഠ്മണ്ഡുന്ന് ലൂക്ല എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. എവറസ്റ്റ് 1953 ആദ്യമായിട്ട് കീഴടക്കിയത് നമ്മുടെ എഡ്മണ്ട് ഹിലാരി എന്ന് പറഞ്ഞ ആളും ടെങ്സിൻ നോർഗയാണ്. അവരെന്ന് പറഞ്ഞാൽ കാഠ്മണ്ഡുന്ന് ലൂക്ല വരെ നമ്മളിപ്പോൾ ഈ അരമണിക്കൂർ കൊണ്ട് വന്ന ഒരു സ്ഥലം നന്നായിട്ട് കഥച്ചിട്ടാ. ഒരു മിനിറ്റ്, ഇത്ര കയറിയപ്പോൾ തന്നെ കഥച്ചിട്ട് എന്തൊക്കെ കിടക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അവർ കാഠ്മണ്ഡുന്ന് ലൂക്ലയിലോട്ട് വന്നത് 1 മാസം എടുത്തിട്ടാണ്. അവർ ട്രക്ക് ചെയ്തിട്ട് 1 മാസം എടുത്തിട്ടാണ് അവർ എവറസ്റ്റ് കയറാനായിട്ട് അന്നത്തെ കാലത്ത് വന്നത്. നമ്മൾ അരമണിക്കൂർ കൊണ്ട് ഇന്നത്തെ കാലത്ത് എത്തി. അതാണ് എൻ്റെ ഒരു വ്യത്യാസം. ഇത് കണ്ടോ, ഇതാണ് നമ്മൾ ഇറങ്ങിയ എയർപോർട്ട് കേട്ടോ, ലൂക്ല എയർപോർട്ട്. ഇവിടെ നിന്ന് നല്ല കിഡിലിനായിട്ട് കാണാം. ഇത് കണ്ടോ, ചെറിയൊരു കയറ്റമാണ് എയർപോർട്ട്. നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടോ? കയറ്റത്തിൽ വന്ന് ഇറങ്ങണത് സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാന്ന് പറയുന്നുണ്ട്. ശരിക്കും ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള എയർപോർട്ടാണ് കേട്ടോ. അതായത് ലോകത്തിൽ തന്നെ ഏറ്റവും അപകടകരമായിട്ടുള്ള എയർപോർട്ടുകൾ ഒന്നാണ് ലൂക്ല എയർപോർട്ട്. ഒരു കൊല്ലം 30 പേര് മരിക്കുള്ളൂ അല്ലേ, അത്രേ ഉള്ളൂ. കടക്ക അങ്ങനെയാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ചെറിയ എയർപോർട്ടാണ്. നമ്മുടെ ആ സൈഡിലായിട്ട് നല്ല കിടിലൻ സീനറി ഉണ്ട് കേട്ടോ. ആ മല കണ്ടോ, ഇങ്ങനെ നോക്കി, മഞ്ഞ് മല. എൻ്റെ കാല് ചെറുതായിട്ട് മരവിക്കുന്നുണ്ടോ എന്ന് ഡൗട്ട്. എന്തെങ്കിലും കേട്ടോ, എന്തായാലും നടക്കാണ്. നമ്മൾക്ക് കുറച്ച് ട്രക്ക് ചെയ്തിട്ട് ഇന്ന് നമ്മൾ സ്റ്റേയിലോട്ട് പോവാണ്. ഇന്ന് ഭയങ്കരമായിട്ട് ട്രക്കിംഗ് ഇല്ല. ഇന്ന് ഇവിടെ തന്നെ സ്റ്റേ ചെയ്യും. കുറച്ച് എനിക്ക് തോന്നുന്നു 2 കിലോമീറ്റർ കണ്ടുള്ളൂ. ഇത് നമ്മുടെ മറ്റേ ഇത് കറക്റ്റ് ടിബറ്റൻ പ്രയർ. ഇതിങ്ങനെ കറക്കി കൊടുക്കണം. കണ്ടോ, എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഇതിങ്ങനെ കറക്കുമ്പോൾ എത്രയാണ്ടും പ്രയർ ചൊല്ലിയതിന് തുല്യമാണ്. അങ്ങനെ എന്തോ ആണ് എൻ്റെ ഒരു ഞാൻ കേട്ടിട്ടുള്ളത്. അതേ ഇവിടെ കുറേ സാധനങ്ങൾ മേടിക്കാൻ കിട്ടും കേട്ടോ. കണ്ടോ, ട്രക്കിങ്ങിൻ്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ. നിങ്ങൾ എന്തെങ്കിലും കാര്യം മേടിക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നാംചെ ബസാർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. എനിക്ക് തോന്നുന്നു നാളെയല്ല മറ്റന്നാൾ നമ്മളങ്ങനെ ചെല്ലും. അപ്പോൾ അവിടെ നിന്ന് മേടിക്കാം. പക്ഷേ റേറ്റ് കുറച്ച് കൂടും. മല കയറുന്തോറും റേറ്റ് കൂടും. ഇവിടെ കഴുത നോക്കി, കഴുത ലഗേജ് കൊണ്ടുപോകാനായിട്ട് കഴുതന്നെ ഉപയോഗിക്കണം. യാക്കുണ്ട്, അതുപോലെ കഴുതകളുണ്ട്. ഇതേ കണ്ട ലഗേജ് കൊണ്ടുപോകണ്ട. ഇവിടെ പ്രത്യേകിച്ച് വേറെ റോഡോ ഇല്ല, അല്ലാണ്ട് വേറെ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളൊന്നുമില്ലല്ലോ.
ഇതാണ് ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ. കണ്ടാ കഴുതകൾ. എൻ്റെ കാല് മരവിച്ച് വലത്തെ കാല്. ഇതൊക്കെ ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഷേർപ്പ വംശജരാണ് ഇവർ. ഷേർപ്പകൾ എന്ന് പറഞ്ഞാൽ ഈ സമുദ്രനിരപ്പിൽ നിന്ന് 3000-4000 അടി മുകളിൽ താമസിക്കുന്ന ആളുകളാണ്. ഈ 4000 അടി എന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ അളവ് കുറയും. പക്ഷെ അവരുടെ ശരീരം അതിനനുസരിച്ച് അങ്ങനത്തെ ശരീരമാണ്. അവർക്ക് ഇവിടെ ഇത്രയും ഹൈറ്റിൽ താമസിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ശരീരമാണ്. ഞാൻ വേറൊരു കാര്യം കാണിച്ചിട്ടെ. 2 ഡിഗ്രിയിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ വലിയൊരു തണുപ്പ് ഫീൽ ചെയ്യണല്ല. ഇവണ് ഈ സാധനം ഇട്ടിട്ടാണെന്ന് അറിയില്ല കേട്ടോ. പക്ഷെ മുഖത്തൊക്കെ തണുപ്പിടിക്കണ്ട. ഇത് ഇട്ടിട്ട് തന്നെയാണ്. അടിപൊളി. അപ്പോൾ ഇതാണ് ടീ ഹൗസ്. ഹലോ, ഞാൻ ക്യാ ഹേ? Furba Sherpa. ഷെർപ്പ കുർബ. Yeah. പുള്ളിക്കാരനെ എന്താണ് വീഡിയോ കാണിക്കാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മലയാളികളാണെന്ന് മനസ്സിലായപ്പോൾ മലയാള സിനിമ കണ്ടിട്ടുണ്ടെന്ന്. വിച്ച് മലയാളം മൂവി? Drishyam. ദൃശ്യം. I like Mohanlal sir. ഓ ദൈവമേ, എവിടെ? നേപ്പാള് എവറസ്റ്റിലും ആള്. I like very much. Yeah, I watch during the lockdown and already Drishyam 2 released. Yes. So I'm waiting for it dubbed. Oh, how was the movie? Superb. You know Mammootty? Yeah, Mammootty. Yeah. Oh, Dilip, Jaram. Not idea, but I know the one man. ചോദിക്കുമ്പോൾ എല്ലാം ചോദിക്കണമല്ലോ. You know Tovino? Sorry. Tovino Thomas? No. Tovino Thomas. Yes, I know. You know. I know one You know. man. The Charlie, you know. Charlie, Dulquer Salman. Dulquer Salman. പൊന്നളിയാ. Yeah, thank you. ഓക്കെ, താങ്ക് യു. നൈസ് ടു മീറ്റ് യു. അപ്പോൾ നമ്മളിപ്പോൾ എത്തിക്കണത് ടീ ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലോഡ്ജ്. അതായത് നമ്മൾ ഇന്ന് ഇവിടെയാണ് സ്റ്റേ അടിക്കണം. ഇവിടെ അല്ലേ സ്റ്റേ? അല്ലേ? ഓ, ട്രക്കിങ് തുടങ്ങുന്നത്. സ്റ്റേ ഇവിടെ അല്ല. ആ, ഓക്കെ ഓക്കെ ഓക്കെ. ഇനി എന്തോരം ദൂരം പോകുന്നുണ്ട് സ്റ്റേക്ക്? 5 kilometers ഇന്നത്തെ മാത്രം അല്ലേ? ഓക്കെ. ഫക്ഡിങ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഒരു 5 kilometer പോകാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ കയറിയാണ്. കുറച്ച് വെള്ളം മേടിക്കണം. ഇവിടെ ബിയറൊക്കെ ഇരിപ്പുണ്ട്. വിച്ച് മൂവി? ജല്ലിക്കട്ട്. ഓ, Very good movie. ഓ, ഞാൻ നേരത്തെ എൻ്റെ കാല് മരവിക്കണ പോലെ തോന്നണമെന്നില്ല. എന്താണെന്ന് അറിയാമോ? എനിക്ക് ഷൂ നന്നായിട്ട് ടൈറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഷൂ ചൂരിയപ്പോൾ റെഡി ആയിട്ടുണ്ട്. അത് മാറിയപ്പോൾ ആ ബ്ലഡ് സർക്കുലേഷൻ്റെ കറക്റ്റായിട്ട് വരാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. ചായ വന്നിട്ടുണ്ട്. നമുക്ക് ചായ കുടിക്കാം. മധുരമില്ല. മധുരം ഇവിടെ നിന്ന് എടുത്തിട്ട് ഇടണം. നമ്മളെ ഈ വലിയ ജാക്കറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് മടക്കി നമ്മൾ കവറിലാക്കിയിട്ട് മറ്റേ അവരുടെ നമ്മുടെ ഷെർപ്പന്മാരുടെ കയ്യിൽ കൊടുത്തു വിട്ടാൽ മതി. അവർ കൊണ്ടുപോക്കുള്ളൂ. നമുക്ക് വലിയ തണുപ്പ് ഫീൽ ചെയ്യണ്ട. അപ്പോൾ നമ്മുടെ ഈ വലിയ ബാഗിൻ്റെ മുകളിലാണ് സ്ലീപ്പിംഗ് ബാഗ് വെക്കണം കേട്ടോ. അത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ബാഗിൻ്റെ വെള്ളിൽ വെച്ചിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് വെക്കും. ഇത് മൊത്തം ഇവരാണല്ലോ എടുക്കണം. അപ്പോൾ ഇവർക്ക് എടുക്കാനുള്ള സൗകര്യം കൂടി ചെയ്തിട്ട് സൗകര്യത്തിന് വേണ്ടിയാണ് കേട്ടോ. ഫുൾ സെറ്റ് ഉണ്ടാവും. ഇങ്ങനെ സെറ്റാക്കണം. സ്ലീപ്പിംഗ് ബാഗ് വരുന്നുള്ളൂ. സ്ലീപ്പിംഗ് ബാഗ് നമ്മുടെ ബാബുക്ക് തന്നു. ജാക്കറ്റ് ബാബുക്ക് തന്നു. ഇത്രയുള്ളൂ സംഭവം. ബാക്കി അവർ കൊണ്ടുപോകും. നമ്മൾ ഈ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ബാഗിലെടുത്താൽ മതി. ചെറിയ ബാഗിൽ അധികം വെയിറ്റ് പാടില്ല കേട്ടോ. ഇവിടുന്ന് പൈപ്പിൽ നിന്ന് നമ്മൾ വെള്ളം നിറയ്ക്കാൻ കേട്ടോ. പക്ഷേ വെള്ളം നിറയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ പ്യൂരിഫിക്കേഷൻ ടാബ്ലറ്റ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അത് ഇതിനകത്ത് ഇട്ട് വെക്കണം. ഒരെണ്ണം 1 ലിറ്ററിൽ ഒരെണ്ണം. ഇതാണ് കേട്ടോ നമ്മൾ ഇട്ട ടാബ്ലറ്റ്. ഇത് 1 ലിറ്ററിൽ ഒരെണ്ണം ഇട്ടാൽ മതി. ഇത് നമ്മൾ പക്ഷെ 300 രൂപക്കാണ് മേടിച്ചിട്ടാ. 300 നേപ്പാൾ മണി. പക്ഷെ വേറെ സ്ഥലത്ത് 195 രൂപ ഉണ്ടായിരുന്നു ആ സൂപ്പർ മാർക്കറ്റ്. ഇന്ത്യൻ റുപ്പിയാണ് എഴുതിക്കണം. അപ്പം ഏകദേശം കറക്റ്റായെന്ന് തോന്നുന്നു. 2 ഉപ്പി നമ്മൾ വെള്ളം നിറയ്ക്കുന്നുണ്ട് 1 ലിറ്ററിൻ്റെ. അതുകൂടാണ്ട് 2 ലിറ്ററിൻ്റെ വാട്ടർ ബാഗ് ഉണ്ട്. നമ്മൾ വാട്ടർ ബാഗ് കൊണ്ടുവന്നിട്ടുണ്ടായില്ല. 2 ലിറ്ററിൻ്റെയാണ്. അപ്പോൾ ഞാൻ അതിനകത്തും കൂടി വെള്ളം നിറച്ച്. അപ്പോൾ 2 വാട്ടർ പ്യൂരിഫൈങ് ടാബ്ലറ്റ് ഇട്ടിട്ടുണ്ട്. 1 ലിറ്ററിന് ഒരെണ്ണം എന്നുള്ളതാണ് ടാബ്ലറ്റ് ഉണ്ട്. ഇത് ബാഗിലിട്ടാൽ മതി. ബാഗിലിട്ടിട്ട് നമുക്ക് പുറത്തേക്ക് എടുത്തിട്ടേ വലിച്ചു പിടിച്ചാൽ ഇങ്ങനെ. അതാവുമ്പോൾ നമ്മളെപ്പോഴും വാട്ടർ ബോട്ടിൽ ഇങ്ങനെ എടുക്കണ്ട, നിൽക്കണ്ട. പെട്ടെന്ന് പണി നടക്കും. വെള്ളം കുടിക്കണോ നിർബന്ധമായിട്ട് 4 ലിറ്ററെങ്കിലും അല്ലേ? എത്ര ലിറ്റർ 1 ലിറ്റർ കുടിക്കണമെന്ന് കണക്കണ്ട. 5 ലിറ്ററിന് മിനിമം കുടിക്കണം. മാക്സിമം 5 ലിറ്റർ. മിനിമം എത്ര കുടിക്കണം? കുടിച്ചുകൊണ്ടിരിക്കണം. നിർത്തരുത്. നമുക്ക് ദാഹിക്കില്ല. ഇപ്പൊ നല്ല തണുത്ത ക്ലൈമറ്റാ. നമുക്ക് ദാഹിക്കില്ല. അപ്പോൾ പക്ഷെ എന്നാലും നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഡീഹൈഡ്രേഷൻ സംഭവിക്കും. പണിപാളും. ടോട്ടല് ഞാനിപ്പോൾ ക്യാരി ചെയ്യണത് 4 ലിറ്റർ വെള്ളവും. അത് മൊത്തം കുടിച്ചു തീർക്കണ്ടേ. അതിനകത്ത് 1 ലിറ്റർ കുപ്പിയിൽ നമ്മൾ ORS കലക്കി വെക്കും.
മറ്റേ ഡീഹൈഡ്രേഷൻ സംഭവിക്കാണ്ടിരിക്കുക. ORS കലക്കി വെക്കും ഒരു കുപ്പിയിൽ, എന്നിട്ട് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കുക. അവിടെ അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. മണിയൊക്കെ കിളിക്ക് എഴുതണം നോക്കി ഉള്ളതേ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. അതെ, നമ്മൾ പറഞ്ഞേക്കണ മോമോസും പിന്നെ 2 ഓംലെറ്റും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് വെജ് മോമോസ് ആണ് കേട്ടോ, ഇത് രണ്ടും വെജാണ്. പിന്നെ അത് ഓംലെറ്റ് അല്ല, ഇത് ബുൾസൈ അല്ലെ, എഗ് ഫ്രൈ അങ്ങനെ എന്താണ്ടല്ലോ പറഞ്ഞ, എഗ് ഫ്രൈ ചെയ്തെന്നൊക്കെ പറഞ്ഞു. ഇത് നമ്മുടെ യാക്കിൻ്റെ കേട്ടോ സ്പെഷ്യൽ സാധനം, യാക്കിറച്ചിയാണ് അതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്തേക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ ചായ കുടിച്ചില്ല കുറച്ച് മുമ്പ്, 80 രൂപ കേട്ടോ. എൻ്റെ മോനെ ഇത് കിടില സാധനമുള്ള നല്ല ടേസ്റ്റ് അല്ലേ. ഞങ്ങളുടെ 4 പേരുടെ ലഗേജ് ഇല്ലേ, അതായത് ഒരാൾക്ക് 10 കിലോ വെച്ചില്ലേ, ആ ലഗേജ് എല്ലാം കൂടി ഒരാളാണ് ചുമന്നുള്ളത്. ഞാനത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അപ്പോഴേക്കും പുള്ളി അങ്ങ് പോയി. നമ്മൾ കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. അതെല്ലാം കാണിച്ചു തരാം. 10 അല്ല, എനിക്കൊണ്ട് ഏകദേശം എത്ര കിലോ ഉണ്ടാവും, ഒരു 50 കിലോ ഉണ്ടാവില്ലേ, 65 കിലോളം ഉണ്ടാവും. അതൊറ്റക്ക് ചുമന്നുകൊണ്ട് പോയി പുള്ളി. അത് ബേസ് ക്യാമ്പ് വരെ കൊണ്ടുപോകും. അവർ 75 കിലോ വരെ എടുക്കാറുണ്ടെന്ന്. ഇവരൊക്കെ വേറെ ലെവൽ ടീമുകളാണ്. ഈ ഷെർപ്പാസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആരോഗ്യമുള്ളവരാണ്. ഞാൻ കാണിച്ചു തരാട്ടെ എന്തായാലും, അത് അടുത്ത എപ്പിസോഡുകളിൽ അല്ലെങ്കിൽ കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഇപ്പം അത് പോയി, അതുകൊണ്ടാണ്. ഇതിപ്പോൾ 4ാമത്തെ ലിറ്റർ ആയിട്ടാ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാണ്ട. നമ്മുടെ മെയിൻ വലിയ ബാഗ് നമ്മുടെ ഷെർപ്പ് എടുത്തോളും. പിന്നെ ഈ ചെറിയ ബാഗാണ് നമ്മൾ എടുക്കുന്നത്. ഞാൻ ചാർജ് ചെയ്യാൻ ഇട്ടേക്കണണ്ട നമ്മുടെ ഗോപ്രോൻ്റെ ചാർജർ. ഞാൻ പവർ ബാങ്ക് ഇട്ടിട്ടെ ഗോപ്രോൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാനിട്ടുണ്ട് കണ്ടാ. അപ്പം അങ്ങനെ നടന്നോളും. പിന്നെ തൊപ്പിയും ഒരു ഗ്ലാസ്സും എടുത്തിട്ടുണ്ട്. നമ്മുടെ പാസ്പോർട്ട് പെർമിഷൻ എടുക്കാൻ വേണ്ടി കൊടുക്കാണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ ഗൈഡ്. പേര് പറഞ്ഞല്ല, നെയിം മിഗ്മ. യെസ്, മിഗ്മ ഷെർപ്പ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഒപ്പം വഴികാട്ടിയായിട്ട് മിഗ്മയുണ്ട്. അപ്പോൾ പാസ്പോർട്ട് ഇപ്പോൾ കൊടുത്തത് പെർമിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്ട. ഇനിയിപ്പോൾ എന്താ പറയുക, നേരെ പോകല്ലേ. യെസ്. അപ്പോൾ നമ്മൾ ഇനി നേരെ 5 കിലോമീറ്റർ ഉണ്ട്. പേര് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഫക്ടി. അവിടെയാണ് ഇന്ന് സ്റ്റേ അടിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്ട. അത് നേരെ ഇനി അടുത്ത വീഡിയോയിലോട്ട് അടുത്ത ദിവസം കാണാം. ബൈ ബൈ ബൈ.